ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശുഭനില നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പ്രൊമോവും അതുപോലെ തന്നെ റിവ്യൂ ആണ് പറയണത്. അങ്ങനെ നമ്മുടെ മനോഹറിൻ്റെ അടുത്ത പെണ്ണ് കാണലല്ല, വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കുക കേട്ടോ. അങ്ങനെ മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ്. നിഷയുടെ വിരലിലേക്ക് മോതിരം ചാർത്തി കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് മേഘനയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. കല്യാണിനെ ആദ്യം തന്നെ മനോഹർ കാണുന്നുണ്ട്. മനോഹർ അവിടുന്ന് ഓടി ഒളിക്കുകയാണ്. അതിനുശേഷം അവിടെ വിവാഹ നിശ്ചയമാണ് നടക്കണേന്ന് നമ്മുടെ കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പയ്യൻ അവിടെ കാണുന്നില്ല. പയ്യൻ എന്തൊക്കെയോ ഒരു ചുറ്റിക്കൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല മേഘനയുടെ അമ്മയുണ്ടല്ലോ, നിഷയുടെ അമ്മയും നിഷയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ പയ്യനെ അമേരിക്കയിൽ മാത്രമല്ല കൊറിയയിലും ജപ്പാനിലൊക്കെ ഒരുപാട് സ്ഥലവും ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ കല്യാണിക്ക് കാര്യം മനസ്സിലായി. മനോഹറാണോ എന്ന് സംശയം. അങ്ങനെ കല്യാണി ചോദിക്കുവാണ്, നീ കല്യാണം കഴിക്കാൻ പോണോ? ആ പയ്യൻ്റെ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് പറയുവാണ്. എന്തിനാ, നിനക്ക് വല്ല കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പോൾ, എല്ലാം എനിക്കൊന്ന് കണ്ടിരിക്കാനാ. അങ്ങനെ മനോഹരാണ് നമ്മുടെ നിഷേനെ കല്യാണം കഴിക്കാൻ പോണെന്ന് കല്യാണി മനസ്സിലാക്കുക കേട്ടോ. ആഹാ, അപ്പോൾ ഇത് മനുവാണ് എന്ന് മനസ്സിലാക്കുന്ന കല്യാണി ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, നിഷയുടെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടി തന്നെയാണിത്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ കല്യാണി കിരണിനോട് പറയാട്ടോ. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവനെ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അവനിങ്ങനെ വളർത്താൻ സമ്മതിച്ചുള്ള കല്യാണി. നാട്ടിലെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവൻ കാരണം ഇല്ലാതെ ആവണത്. അതുകൊണ്ട് ഇവന്മാരെ പോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇവൻ്റെ ഹെൽപ്പ് ഇല്ലെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാനൊക്കെ സാധിക്കും. അതുകൊണ്ട് ഇവൻ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും, ഇവനെ ഒരുപാട് വിശ്വസിക്കണം, ഇവൻ്റെ അമ്മായിയമ്മ എടുത്തും ഭാര്യ എടുത്തും അതുപോലെ തന്നെ ഇവൻ്റെ കള്ളത്തരങ്ങൾ പോലീസിന് വിവരം അറിയിക്കണം എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ സരയുവിനോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെ കിരണും കല്യാണി തീരുമാനിക്കുവാണ്. അങ്ങനെ സരയുനോട് പറയുമ്പോൾ സരി ഇതൊന്നും വിശ്വസിക്കില്ലട്ടെ. ഞാനിതൊന്നും വിശ്വസിക്കില്ല, നിങ്ങൾ കള്ളം പറയുക, അതാണ് ഇതാണ് എന്നൊക്കെ പറയുവാണ്. പക്ഷേ സത്യങ്ങളൊക്കെ കല്യാണി തന്നെ നമ്മുടെ സരിയുവിനെ കാണിച്ചു വെക്കുമ്പോൾ സരിയു ആകെ ഞെട്ടിപ്പോവാണ്. അതെ, തൻ്റെ മനുവേട്ടൻ വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോണെന്ന് സരിയു ഞെട്ടലോടെ തന്നെ മനസ്സിലാക്കുകയാണ്. അതേ പിന്നെ മനുവിൻ്റെ ഓരോരോ കാര്യങ്ങളും, മനു ഇതുവരെ പറഞ്ഞ കള്ളത്തരങ്ങളും മനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് എടുക്കുവാട്ടോ സരിയു. അങ്ങനെ സരിയു മനസ്സിലാക്കുവാണ് മനോഹർ തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ കള്ളത്തരമാണ് എന്നുള്ള കാര്യം. അമേരിക്കയിൽ പോവും, അമേരിക്കയാണെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ട് ഒന്ന് വിസിറ്റിംഗ് ചെയ്യാൻ പോലും അമേരിക്കയിൽ പോയിട്ടില്ല പുള്ളിക്കാരെ. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സരിയു മനോഹറിനെ വലിച്ചു കീറും. അത് വേറൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രകാശനെ വലിച്ചു കീറാൻ വേണ്ടി വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പ്രകാശ് വലിയ ആളായിട്ട് ആ പെൺകുട്ടിയുടെ കാർഡൊക്കെ ഭാരണൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ആ പെൺകുട്ടിനെ പോയി കാണാം, എന്നിട്ട് സംസാരിക്കാം, എന്നിട്ട് ഡ്രൈവർ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പെൺകുട്ടിയുടെ അടുത്തേക്ക് നമ്മുടെ പ്രകാശം പോകുന്നുണ്ട്. പോകുമ്പോഴേക്കും എൻ്റെ പേര് പ്രകാശ് എന്നാണ്, വർക്ക്ഷോപ്പിലെ ഭാരണം പറഞ്ഞില്ലേ, ഓ മനസ്സിലായി എന്ന് പറയാണ്. പക്ഷെ ആ പെണ്ണിൻ്റെ മുഖത്തും അതുപോലെ തന്നെ കണ്ണിലൊക്കെ പ്രകാശനുള്ള ദേഷ്യവും വിദ്വേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രകാശൻ എടുത്ത വഴിക്ക് ചോദിക്കുന്നത്, എനിക്ക് എത്ര സാലറി തരുമെന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം എനിക്കും എൻ്റെ അമ്മക്കും മരുന്നും മെഡിസിനൊക്കെ വാങ്ങിക്കാൻ തന്നെ ഒരു ദിവസം 10-400 രൂപ ചിലവുണ്ട് എന്ന് പറയുമ്പോൾ, ഞാനൊരു കാര്യം മാത്രം മിസ്റ്റർ പ്രകാശിനോട് പറയാം, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഇരട്ടി പൈസ ആയിരിക്കും ഞാൻ തരുന്നത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത്, ഓ അത് മതി, അത് മാത്രം മതി എന്ന് പറയാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തൊന്നും ടെൻഷൻ ആവേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ നിങ്ങൾക്കും ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രകാശിന് വല്ലാതെ സന്തോഷവും. അങ്ങനെ കീ പ്രകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ പെൺകുട്ടി ദേഷ്യത്തിലാണ് കേട്ടോ. അങ്ങനെ പ്രകാശൻ കീയൊക്കെ മേടിച്ച് ആ കാർ നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അടിപൊളി ഒരു മഞ്ഞ കാറ്. അങ്ങനെ പ്രകാശൻ രാജാവിനെ പോലെ ആ കാറിലേക്ക് കയറുകയാണ്. ആ പെൺകുട്ടിയുടെ വീടൊക്കെ ശരിക്കും ഒന്ന് നോക്കുന്നുണ്ട്. ഓ നല്ല അടിപൊളി വീടാണല്ലോ എന്നൊക്കെ രീതി നോക്കുവാണ്. അങ്ങനെ കാറിൽ കയറി ആ പെൺകുട്ടിയുടെ ഡ്രൈവറായിട്ട് തന്നെ പ്രകാശം തുടരെയാട്ടോ. അപ്പോൾ പെൺകുട്ടി മനസ്സിലാക്കും, ഇങ്ങനെ പതുക്കെ എൻ്റെ പകയും ദേഷ്യവും ഒക്കെ ഇവനോട് തീർക്കണം. ഇവനെ കൈ കിട്ടുമ്പോൾ തന്നെ എനിക്ക് കൊല്ലാനാ തോന്നുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ, ഇവനെ ചെയ്തതിനൊക്കെ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ആ പെൺകുട്ടി മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ ഒരു ഡ്രൈവറായിട്ട് തുടരുവാട്ടോ. അങ്ങനെ പ്രകാശന് ആദ്യം തന്നെ കൈ നിറയെ ടിപ്പും പണവും ഒക്കെ ആ പെൺകുട്ടി കൊടുക്കുന്നുണ്ട്. പ്രകാശൻ ഭയങ്കര അഹങ്കാരിയായി പോവുകയാണ്. അമ്മയടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് പറയുന്നുണ്ട്, അമ്മിന് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നല്ലൊരു ജോലി കിട്ടും ഡ്രൈവറായിട്ട്, ഭയങ്കര പൂത്ത പണക്കാരിയാണ്, പൈസ ഒരുപാടുണ്ട് അവളുടെ കയ്യിൽ, അതുകൊണ്ട് അമ്മിന് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പ്രകാശൻ വീട്ടിൽ വന്ന് പറയുവാട്ടോ. അങ്ങനെ പതുക്കെയാണ് ആ പെൺകുട്ടിയുടെ വൈരാഗ്യവും പ്രതികാരവും ഒക്കെ തന്നെ പ്രകാശിന്റെ മേളിൽ തീർക്കുന്നത്. അതിന് പുറമേ നമ്മുടെ മനോഹറാണെങ്കിൽ എല്ലാം കൊണ്ടും തകർന്നു പോവാണ്. മനോഹർ ഒന്നറിയാത്ത പോലെ വീട്ടിലേക്ക് വരുവാട്ടോ. ആ സമയത്ത്
നമ്മുടെ സരയു ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് എവിടെ പോയതാ? ഇപ്പം വീട്ടിലേക്ക് കാണുന്നില്ലല്ലോ, എപ്പോഴും ബിസിനസ് ടൂർ എന്നൊക്കെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല. എല്ലാം കൊറിയെന്ന് ജപ്പാനെന്നൊക്കെ ആൾക്കാർ വന്നതായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എന്നെ ആരെയും പരിചയപ്പെടുത്തി കൊടുത്തുമില്ല. മനുവേട്ട, അത് എനിക്ക് ഇവിടെ നിന്ന് മതിയായിട്ട് കേട്ടോ, ഇതൊരു ഭ്രാന്താലയമാണ്. ഭ്രാന്താലയം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല മോളെ, ഒരിക്കലും മോൾ അങ്ങനെ പറഞ്ഞുവിടാ. ഇത് ഭ്രാന്താലയമല്ല, ഇത് ദേവാലയമാണ്. എൻ്റെ ദേവിയായിട്ടുള്ള സരയു വാഴുന്ന ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ സരയു അതിൽ ഫ്ലാറ്റ് ആവാണ്. പക്ഷെ മനുവിൻ്റെ ഒരിപ്പിരും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം സരയു സത്യങ്ങളൊക്കെ അറിയാൻ പോവാണ്, അല്ലെങ്കിൽ കിരണും കല്യാണിയും സത്യങ്ങളൊക്കെ അറിയിക്കാൻ പോവാണ്. അങ്ങനെ ഈ സത്യം അറിയുമ്പോൾ ആദ്യം തകരുന്നത് നമ്മുടെ സരയു തന്നെയാണ്. പക്ഷെ രണ്ടാമത് തകരാൻ പോണ ഒരാളുണ്ട്, വേറെ ആരുമല്ല, ഷാരി. ഒന്നുമല്ല, തൻ്റെ മകളല്ല സരയു എന്ന് അറിഞ്ഞു. ദേ ഇപ്പം മനുമോൻ തൻ്റെ മരുമകനാണെന്നും വെറുതെ ഫ്രോഡായിട്ടുള്ള മരുമകനാണെന്നുമ്പോൾ ഷാരിക്കാകെ ദേഷ്യം വരും കേട്ടോ. കാരണം എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള പ്രതീക്ഷ മനുമോൻ്റെ കൂടെ അമേരിക്കയിൽ പോകുക എന്നുള്ളത് മാത്രമായിരുന്നു. അതോടുകൂടി സരയുവിനെ എന്നേക്കുമായിട്ട് താരയിൽ നിന്ന് അകറ്റാലോ. താര ഇടയ്ക്കിടയ്ക്ക് സരയുവിനെ കാണാൻ വരുന്നൊന്നും നമ്മുടെ ഷാരിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ താരയിൽ നിന്നിട്ട് സരയുവിനെ അകറ്റാനും തനിക്ക് ഇവിടെ നിന്നിട്ടുള്ളൊരു മാറ്റവും കൂടിയാണ്. അതായത് രാഹുലിനെ കാണുകയും വേണ്ട, രാഹുൽ തന്നെ ചതിച്ച ഭർത്താവിനെ കാണുകയും വേണ്ട. അപ്പം അതുകൊണ്ട് ഷാരി എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇതൊന്നും നടക്കില്ലെന്നറിയുമ്പോൾ ഷാരിക്കും ആകെ ഭ്രാന്ത് പിടിക്കുക കേട്ടോ. രാഹുലിനെ പോലെ തന്നെ ഷാരി ഇനി മനുവിൻ്റെ തല തല്ലി പൊട്ടിക്കുമോ എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ വരുന്ന എപ്പിസോഡിൽ കാണാം. ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അപ്പം തന്നെ റിവ്യൂ ആയിട്ട് വരാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.